ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്റ്റാൻഡ് മിക്സർ അൺബോക്സിങ്ങുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഇവിടെ വാങ്ങിച്ചിട്ടുള്ളത് ഇനാൽസ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ സ്റ്റാൻഡ് മിക്സറാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കാറ്റലോഗ് ഉണ്ട്, അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതുണ്ട്, അതുപോലെ വാറണ്ടി കാർഡ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് മിക്സർ ഒന്ന് പുറത്തെടുക്കാം. നല്ല അടിപൊളി പാക്കിംഗ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്, ഒരു ഡാമേജും ഇല്ല. ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ വേറൊരു അട്ടപ്പെട്ടി വെച്ചിട്ട് അതും കൂടി കവർ ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് മിക്സർ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഒരു ലിഡ് ഉണ്ട്. നമ്മൾ ഡോ ഒക്കെ കുഴയ്ക്കുമ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ അത് പുറത്തേക്ക് തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇനി നമുക്കിത് ഈ കവറൊന്നും ഇങ്ങനെ റിമൂവ് ചെയ്യാം. നല്ലൊരു അടിപൊളി കളറിലാണ് കേട്ടോ, ഒരു ഗോൾഡൻ പിങ്ക് കളർ എന്നൊക്കെ പറയില്ലേ, നല്ല രസമുണ്ട് കളർ കാണാൻ. ഇതിൻ്റെ 2 ഷെയ്ഡ് വരുന്നുണ്ട്, ഒന്ന് റെഡും വരുന്നുണ്ട്, ഒന്ന് ഈ ഒരു കളറും വരുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ആ ഒരു പ്രസ് ബട്ടൺ ഇതാക്കി കഴിഞ്ഞാൽ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ 3 ബീറ്ററുകളാണ് വരുന്നത്. ഒന്ന് നമുക്ക് എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്, അതാണ് ഇത്. പിന്നെ വരുന്നത് നമുക്ക് ഡോ കുഴയ്ക്കാം, അതുപോലെ നമുക്ക് കേക്കിൻ്റെ മാവന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഡോണറ്റ്സ്, അതുപോലെ കുക്കീസ്, എല്ലാത്തിൻ്റെയും മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ 3 ബീറ്റേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിലിപ്പോൾ ഏകദേശം ഒരു 12 എഗ്സ് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ബൗള്. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് ഫുള്ളായിട്ടുള്ള അതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത്. ഇവിടെ സ്പീഡ് ബട്ടൺ ഉണ്ട്, എത്ര സ്പീഡ് വേണമെങ്കിലും നമുക്ക് വയ്ക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് കേക്കിന് വേണ്ട സ്പോഞ്ച് എങ്ങനെ നമുക്ക് റെഡിയാക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് എഗ്ഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതായത് എഗ്ഗ് ബീറ്റ് ചെയ്യാനുള്ള ബീറ്ററാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോർമൽ നമ്മുടെ വാനില എസൻസും എല്ലാം ഒഴിച്ചതിന് ശേഷം അത് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആ പ്രസ് ബട്ടൺ താഴേക്കൊന്ന് ആക്കി കഴിഞ്ഞാൽ നമുക്കത് താഴേക്കാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. ഇതിപ്പോൾ ഏറ്റവും സ്ലോ ആണ്. അപ്പോൾ അതാ സ്പീഡ് കൂടി വരുന്നുണ്ട്. എനിക്കൊരു 70-80 ഇടയിലൊക്കെ വെച്ചപ്പോഴാണ് നന്നായിട്ട് എഗ്ഗ് ബീറ്റ് ചെയ്യാൻ പറ്റിയത് കേട്ടോ. ഇനി പഞ്ചസാരയും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ബീറ്റാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ മെയിനായിട്ട് വാങ്ങിക്കാണ്ടായിരുന്ന കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു 30 കേക്ക്സിൻ്റെ ഓർഡർ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ എനിക്ക് നന്നായിട്ട് അനുഭവപ്പെട്ടതാണ്. കാരണം നമ്മൾ ഇലക്ട്രിക് ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് അടിക്കുമ്പോൾ കുറേ നേരം നമ്മൾ അതിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കൈയിനൊക്കെ ഭയങ്കര പെയിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ഇത് വാങ്ങിക്കാമെന്ന് വെച്ചത്. എല്ലാവരും പറഞ്ഞു നന്നായിട്ട് യൂസ്ഫുള്ളാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ യൂസ്ഫുള്ളായിട്ട് തന്നെ തോന്നി. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ എഗ്ഗ് നല്ലപോലെ ബീറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ കേക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഇത് വെച്ചിട്ടുണ്ട്, ബ്ലേഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബാറ്റർ മിക്സ് ചെയ്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ഇതിപ്പോൾ ലോ ആണ് കേട്ടോ. ഞാൻ സ്പീഡ് കൂട്ടിയോണ്ടാണ്, വീഡിയോ സ്പീഡ് കൂട്ടിയോണ്ടാണ് സ്പീഡിലാണെന്ന് തോന്നുന്നത്. ഇപ്പോൾ ലോയിലാണ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്റർ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വേറെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്യുന്ന സമയം വേറെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്യാം. ഇനി നമ്മുടെ ട്രേയിലേക്ക് ഞാൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ക്രീമാണ് നെക്സ്റ്റ് ബീറ്റ് ചെയ്യുന്നത്, വിപ്പിംഗ് ക്രീം. അപ്പോൾ ക്രീം ബീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ലോ സ്പീഡിലിട്ടിട്ട് പിന്നെ സ്പീഡ് മെല്ലെ കൂട്ടിക്കൊണ്ടുവരാം. ക്രീമും എനിക്കൊരു 7 to 8 ഉള്ളിലാണ് നന്നായിട്ട് സ്റ്റിഫായിട്ട് കിട്ടിയത്. അത് ഓരോ ക്രീം പോലെ ഇരിക്കും കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ നല്ലപോലെ സ്റ്റിഫായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് കണ്ടോ, റെഡിയായി. നമ്മുടെ കേക്കിൻ്റെ ബേസ് കണ്ടോ, നല്ല സോഫ്റ്റാണ്. പിന്നെ ഞാൻ ആ മോൾ ഭാഗത്ത് ഉണ്ടായിരുന്നത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എല്ലാ കേക്കിൻ്റെയും കട്ട് ചെയ്ത് കളയാറുണ്ട്. പിന്നെ സൈഡും അതുപോലെ ഫുൾ മൊത്തത്തിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ കേക്ക്. നമ്മുടെ ക്രീമും നല്ല അടിപൊളിയായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കമിഴ്ത്തുമ്പോൾ ഒന്നും പോകുന്നില്ല. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു കേക്കാണ് ഞാനത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ എല്ലാ കേക്ക് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കണം. കാരണം അടിപൊളി ഒരു സ്റ്റാൻഡ് മിക്സറാണ് ഈ ഇനാൽസയുടെ. അപ്പോൾ നിങ്ങളെല്ലാവരും, നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും
ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.